യുദ്ധത്തിൽ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകൂ. അത് മനുഷ്യന്റെ കാര്യത്തിലായാലും ശരി, ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും ഏത് പക്ഷത്തിനാണെങ്കിലും നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ പറയാനുണ്ടാവൂ. പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപിച്ചതിന് പിന്നാലെ ഓഹരി വിപണിയിൽ വലിയ തകർച്ചയാണ്. സെൻസെക്സ് ഇന്ന് വ്യാപാരം ആരംഭിച്ചത് തന്നെ 1000 പോയിന്റ് ഇടിഞ്ഞാണ്. നിഫ്റ്റി 300 പോയിന്റ് ഇടിഞ്ഞു. സ്വർണ്ണവിലയിലും ഇടിവാണ്. ഗ്രാമിന് 300 രൂപ. പക്ഷെ സ്വർണ്ണവിലയിൽ ഇടിവാണ്. കാരണം നോക്കൂ, ഗ്രാമിന് 300 രൂപ കുറഞ്ഞ് 15,565 രൂപയായിട്ടുണ്ട്. പവന് 2,400 രൂപയാണ് കുറഞ്ഞത്. ഇന്ന് പവന്റെ വില ഇപ്പോൾ 1,24,520 രൂപയാണ്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. പ്രദീപ്, പശ്ചിമേഷ്യയിലെ സംഘർഷം കാരണം പവന്റെ വില ഒരുപക്ഷെ 1.5-1.25 ലക്ഷമൊക്കെ ആകുമെന്നാണ് വിലയിരുത്തൽ. ഇപ്പോൾ വില കുറയാനുള്ള ഒരു സാഹചര്യം എന്താണ്? സ്വർണ്ണവില ഇന്ന് വലിയ തോതിൽ കൂടുമെന്നായിരുന്നു പൊതുവിൽ വ്യാപാര വൃത്തങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു കണക്കുകൂട്ടൽ. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി വിലയിൽ നേരിയ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ഗ്രാമിന് 300 രൂപയുടെ കുറവുണ്ടായിരിക്കുന്നു. അതായത് പവന് 2,400 രൂപയുടെ കുറവുണ്ടായിരിക്കുന്നു. ഇത്തരത്തിലൊരു കുറവുണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ വെള്ളിയാഴ്ച ആഗോള വിപണി ക്ലോസ് ചെയ്യുമ്പോൾ വില ഡോളറിന് 5,278 ആയിരുന്നു. അതേസമയം ഇന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ അത് 5,360 ഇത് വലിയ വ്യത്യാസമുണ്ടാകുമെന്നൊരു കണക്കുകൂട്ടലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഒരുപക്ഷെ ദീർഘകാലം ഈ ഒരു പശ്ചിമേഷ്യയിലെ സംഘർഷം ദീർഘകാലം നീണ്ടുപോവില്ല എന്നുള്ള സൂചനകൾ ചില കോണുകളിൽ നിന്നെങ്കിലും ഉയരുന്നു എന്നുള്ളതുകൊണ്ടാവാം. അതല്ലെങ്കിൽ വലിയ ലാഭം പ്രതീക്ഷിച്ച് വലിയ തോതിൽ ആരും സ്വർണം ശേഖരിച്ചു വയ്ക്കുന്നില്ല. അതായത് വൻകിട ബാങ്കുകളും വലിയ കേന്ദ്ര ബാങ്കുകളും വൻകിടക്കാരുമൊന്നും അങ്ങനെ വലിയ തോതിൽ ഒരു സ്വർണം ശേഖരിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നതുകൊണ്ടൊക്കെ ആവാം. എന്തായിരുന്നാലും ആഭ്യന്തര വിപണിയിൽ വളരെ വലിയ ഒരു വില വർധന ഉണ്ടായിട്ടില്ല. അന്താരാഷ്ട്ര വിപണിയിൽ വളരെ വലിയ ഒരു വില വർധന ഉണ്ടായിട്ടില്ല. അതിന്റെ പ്രതിഫലനം എന്നോണം ആഭ്യന്തര വിപണിയിൽ ഇന്ന് വില അല്പം കുറയുകയാണ് ഉണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ 6 മാസക്കാലത്തെ സ്ഥിതി നോക്കുകയാണെങ്കിൽ ഡോളർ ഏറ്റവും ഉയർന്ന നിലയിലാണ്, അല്ലെങ്കിൽ ഏറ്റവും മെച്ചപ്പെട്ട നിലയിലാണ് നിൽക്കുന്നത്. ഇതും അന്താരാഷ്ട്ര തലത്തിൽ സ്വർണ്ണവില അല്പം കുറയുന്നതിന് കാരണമായിട്ടുണ്ട്. അതേസമയം ഓഹരി വിപണിയിലേക്ക് വരികയാണെങ്കിൽ സെൻസെക്സിലും നിഫ്റ്റിയിലും ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. സെൻസെക്സ് 1000 പോയിന്റ് താഴ്ന്നാണ് വ്യാപാരം തുടങ്ങിയത് തന്നെ. ഇപ്പോൾ അത് അല്പം കൂടി താഴ്ന്നിരിക്കുന്നു. അതേസമയം നിഫ്റ്റി 300 പോയിന്റ് താഴ്ന്നാണ് വ്യാപാരം തുടങ്ങിയത്. നിഫ്റ്റി ഒരല്പം മെച്ചപ്പെട്ട് വരുന്നുണ്ട് എന്ന് പറയാം.